ചോക്ലേറ്റ് ബ്രെഡ് ടോസ്റ്റഡ്. ചോക്ലേറ്റ് ലവേഴ്സിന് പറ്റിയ ഐറ്റം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഈസി ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്യുക. ആദ്യം എന്ത് ചെയ്യുക, ഡാർക്ക് ചോക്ലേറ്റ് കട്ട് ചെയ്തൊരു ബൗളിലാക്കുക. പിന്നെ കുറച്ച് പഞ്ചസാര പൊടിച്ച് വെക്കുക. പിന്നെ ലേശം ബട്ടറും പിന്നെ പാൽപ്പൊടി. മിൽക്ക് മെയ്ഡ് ഉള്ളവരാണെങ്കിൽ മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യാം. ഡബിൾ ബോയിലിംഗ് ആണ് ഒരു സംഭവം നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്. അതെന്താ വെച്ചാൽ സിമ്പിളാണ്. ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടാണ് ചൂടാക്കുക. അതിൻ്റെ മുകളിൽ വേറൊരു പാത്രം വെച്ചിട്ട് നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചാൽ എന്ത് ചെയ്യുക, ചോക്ലേറ്റ് ഇടുക. പിന്നെ അതിലേക്ക് ലേശം ബട്ടർ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് കുറച്ചുകൊണ്ട് കഴിയുമ്പോൾ ഏകദേശം നമുക്ക് ഇതാ ഈ ഒരു രൂപത്തിലിട്ടു. ഇങ്ങനല്ല കേട്ടോ ഞാൻ പറഞ്ഞുതരാം, അതെ ഈ രൂപമായി കഴിഞ്ഞാൽ പിന്നെ നേരെ അതാണ് മാറ്റിയേക്കുക. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് പാൽപ്പൊടി ഇട്ടിട്ട് പിന്നെ കുറച്ച് ചുടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിൽക്ക് മെയ്ഡ് ഉള്ള ആൾക്കാർക്ക് മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യട്ടോ. ഇങ്ങനെ കഷ്ടപ്പെടേണ്ട ഒരു കാര്യമില്ല. നമുക്ക് മിൽക്ക് മെയ്ഡ് ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്തു, നമ്മൾ നന്നായിട്ട് സ്പൂണായിട്ട് ഇളക്കി മിൽക്ക് മെയ്ഡ് പോലെ ആക്കി എടുത്തതിന് ശേഷം എന്ത് ചെയ്യണം, നമ്മൾ ആ ഒരു ക്രീം ഉണ്ടല്ലോ, ഒരു ഡാർക്ക് ചോക്ലേറ്റൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയ ക്രീം നേരായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് പിന്നെ ഇതിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ആ കളർ മാറണ വരെ മിക്സ് ചെയ്യണം. ആ വെള്ള കളർ മാറിയിട്ട് ചോക്ലേറ്റിൻ്റെ ഈ കളറായി വരണം. പിന്നെ മധുരം അത് നമ്മൾ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാം. പൊടിച്ച് വെച്ച പഞ്ചസാര ഉണ്ട്, അതും ഇതിലേക്ക് ഇട്ടിട്ട് എന്ത് ചെയ്യണം, നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതും ഞാൻ പറയണല്ലോ, ആ കളർ മാറിയിട്ട് എന്താവണത് ഈ കളറാണ്. ഇനി മിക്സ് ചെയ്യാൻ നല്ലോണം മിക്സ് ചെയ്യണം. നമ്മളെ വീട്ടിൽ ബീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് മിക്സ് ചെയ്യാം. പിന്നെ എന്ത് ചെയ്യണം, ഒരു കോഴിമുട്ട പൊട്ടിച്ചിട്ട് നേരെ എന്ത് ചെയ്യണം, ഒന്നല്ല കേട്ടോ, 1-2 പൊട്ടിച്ചോ, കുറച്ച് പഞ്ചാര ഇട്ടിട്ട് നേരെ എന്ത് ചെയ്യുക, ആണ്ട് മിക്സ് ചെയ്യുക. ഈ മിക്സിങ് തന്നെയാണ് ഇതിൽ വേറെ മെയിൻ പരിപാടി പറഞ്ഞാൽ മിക്സിങ് തന്നെയാണ്. പിന്നെ എന്ത് ചെയ്യുക, നമ്മൾ ആദ്യം എടുത്ത് വെച്ച ക്രീം ഉണ്ടല്ലോ, അത് നേരെ ഒരു ബ്രെഡിൻ്റെ മുകളിലേക്കാണ് തേച്ചിട്ട് ആ ബ്രെഡിൽ അതാണ്ട് സ്പ്രെഡ് ചെയ്യുക. ഒരു ബ്രെഡ് വെച്ചിട്ട് അതാണ്ട് അടച്ചേക്കുക. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച എഗ്ഗിൻ്റെ മിക്സ് ഉണ്ടല്ലോ, ആ മിക്സിലേക്ക് ഇത് നന്നായിട്ടാണ്ട് മുക്കിയെടുക്കുക. എന്നിട്ട് പിന്നെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നല്ല നെയ്യൊക്കെ ഒഴിച്ച് ചൂടാക്കി വെച്ചേക്ക് നേരെ പ്ലേസ് ചെയ്യുക. ഫ്രൈ ചെയ്തുകൊണ്ട് എടുക്കുക. ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. കാരണം എന്താ പറയുക, നല്ല സ്ലോ ഫ്ലെയിമിലാണ് ഞാൻ ചെയ്തത്, കരിയാതെ നോക്കണം. ഇത്ര ഉള്ളു പരിപാടി. നേരെ ഫ്രൈ ആയി കഴിഞ്ഞാൽ നേരെ ഒരു പ്ലേറ്റിലേക്കാണ് മാറ്റുക. എന്നിട്ട് കട്ട് ചെയ്യാതെ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.